ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരം. ഓർത്തുകൊള്ളണം, യേശുവിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചത്തിലല്ല. പ്രിയ ദൈവപൈതലേ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അന്ധകാരം മൂടുവാനും വ്യാപരിപ്പാനും ഇടയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം. മോശ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, ഇല്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. ദൈവ സാന്നിധ്യം പ്രിയപ്പെട്ടവരെ എല്ലായ്പ്പോഴും സൂക്ഷിപ്പാൻ, ഇരുളിൽ നിന്നും ഇരുളിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാ ജീവിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് അല്പസമയം സ്തോത്രം ചെയ്യാം. ആ ഇരുൾ ഓടി അകലട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നീ നിന്റെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ സാന്നിധ്യവും സാമീപ്യവും ആശ്ചര്യമായി നഷ്ടപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൂര്യൻ ഇരുണ്ടു പോവുകയും പ്രപഞ്ചം അന്ധകാരത്തിലേക്ക് നീങ്ങുകയും ചെയ്തെങ്കിൽ, രക്ഷകനായ തന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ, അത് കൈമോശം വരുമ്പോൾ എത്രയോ ഇരുൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപിപ്പാനിടയായിത്തീരും. നമുക്ക് കർത്താവിൽ നിന്ന് അകന്നു പോകാതെ ജീവിക്കാം. അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. ദൈവമന്ദിരത്തിലെ തിരശ്ശീല. അടുത്തത് ഒന്ന്, കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിന്റെ മുൻപാകെ കർത്താവായ യേശുക്രിസ്തു അത്ഭുതവും അടയാളവും കാണിച്ചില്ല. എന്നാൽ പ്രപഞ്ചം ചില കാര്യങ്ങളെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു, പ്രകൃതി ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ഒന്ന്, അത് യേശുവിന്റെ സാന്നിധ്യം മനുഷ്യ ജീവിതത്തെ ഇരുളാക്കി മാറ്റുമെന്ന് പഠിപ്പിച്ചു. രണ്ടാമത് ഇവിടെ പറയുകയാണ്, ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? ഒരു കാലത്ത് ആ തിരശ്ശീലയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ തിരശ്ശീലകളെ ചീന്തി 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നള്ളി വരുമാറ് പ്രപഞ്ചത്തിൽ ആ പരമ ചൈതന്യം നിറയുകയാണ്. ഒന്ന്, ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കർത്താവ് ചെയ്തില്ല എങ്കിൽ പ്രപഞ്ചം ഒരു സത്യം മനുഷ്യനെ പഠിപ്പിച്ചു, അത് ക്രിസ്തുവില്ലാത്ത ജീവിതം ഇരുളടഞ്ഞതാണ്. കർത്താവ് നഷ്ടപ്പെട്ടു പോയ ജീവിതം ഇരുളടഞ്ഞതാണെന്ന് പഠിപ്പിച്ചു. അടുത്തത് നമുക്ക് കാണുവാൻ കഴിഞ്ഞ അത്ഭുതം, അടയാളം ഈ പ്രപഞ്ചം കാണിച്ചതെന്ന് എന്താണെന്ന് അറിയാമോ? മന്ദിരത്തിലെ തിരശ്ശീല. ഒന്നുകൂടെ ഭാഗം വായിക്കാം. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയി. ആ സാന്നിധ്യം, ആ ദൈവത്തിന്റെ തേജസ്, ആ ശക്തിന, ആ വിശുദ്ധ മന്ദിരത്തിന്റെ ആ തിരുനിവാസത്തെ വിട്ട് മനുഷ്യനെ തേടി വരികയാണ്. അന്ന് തിരശ്ശീലയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന സാന്നിധ്യം ഇന്ന് പ്രിയപ്പെട്ട ദൈവമൈതലേ നമ്മുടെ നടുവിലുണ്ട്. 2-3 പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലുണ്ടെന്നുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തം. നീ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നീ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഒരിക്കൽ ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഒരു സഹോദരി തന്റെ കുടുംബത്തിൽ നിന്ന് ആരും രക്ഷിക്കപ്പെട്ടിട്ടില്ല, തന്റെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടിട്ടില്ല, തന്റെ സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല, കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. എങ്ങനെയോ തനിക്ക് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാനുള്ള അവസരം കിട്ടി. ഒരു കൂട്ടായ്മയ്ക്ക് പോകാനുള്ള സമയമില്ല, സാഹചര്യമില്ല. നമുക്കാണെങ്കിൽ ഉണ്ടെങ്കിൽ ഒട്ട് വരത്തില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, വളരെ അവര് ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഏകദേശം 2 ലക്ഷം രൂപയോളം ഒരു മാസം ശമ്പളം എടുക്കുന്ന ഒരു സീനിയർ നേഴ്സാണ് അവര് അവരുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തക നിമിത്തം സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഒരു കൂട്ടായ്മയ്ക്ക് കടന്നു പോകാൻ അവസരമില്ല. എങ്ങനെയോ രഹസ്യമായി പോയി സ്നാനപ്പെട്ടു. അന്ന് നമ്മുടെ വിശുദ്ധന്മാർ പറഞ്ഞു, കുഞ്ഞെ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇവൾ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു കാത്തിരിപ്പ് കൂട്ടത്തിന് പോകാൻ പറ്റത്തില്ല, ഒരു ആരാധനയ്ക്ക് കടന്നു പോകാൻ പറ്റത്തില്ല. ഇവൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭർത്താവിനെയൊക്കെ ജോലിക്ക് അയച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ അയച്ചിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കയറി കിടന്ന് ഉറങ്ങുകയല്ല. രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങി, പാട്ടുമില്ല പ്രാർത്ഥനയില്ല, പോവുകയല്ല. ഈ പാവപ്പെട്ട സ്ത്രീക്ക് കാത്തിരിപ്പ് കൂട്ടം എന്താണെന്ന് അറിയത്തില്ല. ഒരു ആകെ സ്നാനപ്പെടാനെങ്ങാണ്ട് ഭർത്താവ് നാട്ടിൽ പോയ സമയത്ത് എങ്ങനെയോ വന്ന് സ്നാനപ്പെട്ട് അങ്ങനെ പോയി വീട്ടിൽ ജീവിക്കുക. അവിടെ ആരാധന വീട്ടിലാണ്, അവിടെ സ്തോത്രം വീട്ടിലാണ്, എല്ലാം വീട്ടിലിരുന്ന് ചെയ്യുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കര ആഗ്രഹം, എങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിനെ നേടണം. നമ്മളാണെങ്കിൽ ശനിയാഴ്ച വന്നാൽ മാത്രമേ നമുക്ക് ആത്മാവ് വരത്തുള്ളൂ.
ഇല്ലേ? ഞായറാഴ്ച പാടുപെട്ട് കമ്പിപ്പാരം കൊണ്ട് കുത്തണം ചിലരെ ആത്മാവിനെ നിറയ്ക്കാൻ. കാത്തിരിപ്പ് കൂടുതൽ മാത്രം ഒരു അനക്കപ്പെരുപ്പമുണ്ട്. ഇവിടെ നോക്ക്, ഇവർക്ക് പരിശുദ്ധാത്മാവ് എന്താണെന്നറിയത്തില്ല, അന്യഭാഷ കേട്ടിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടപ്പോൾ ഒരു ദിവസം ഇവരിങ്ങനെ ജോലി കഴിഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്ന് ഉറങ്ങേണ്ട സമയത്ത്, ദൈവമേ എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരണം, എനിക്കൊരു മീറ്റിങ്ങിന് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഭവനത്തിൽ ആരുമില്ലാത്ത സ്ഥലത്ത്, അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ചെറിയ ഫ്ലാറ്റാണ്, ഒരു കിച്ചണ്, ഒരു റൂം, ഒരു ടോയ്ലറ്റ്, ഒരു ഹാള്. അപ്പോൾ ഹാളിലിരുന്ന് പ്രാർത്ഥിച്ച അടുത്ത ഫ്ലാറ്റിൽ ഒരു കേൾക്കും. അതുകൊണ്ട് കിച്ചണിൽ ഒരു പഴയ ഒരു പാ എടുത്തിട്ടിട്ട് ഈ സഹോദരി ഒന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണം. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് കിച്ചണിലിരുന്ന് അഭിഷേകം പ്രാപിച്ചു. തിരശീലക്കകത്തു നിന്ന് ആ സാന്നിധ്യം നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ പോരാമെന്നുള്ള ചെയ്യുകയാണ്. തിരശീല കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കാൽവരി മരണ നിമിത്തം എനിക്കും നിങ്ങൾക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകവും പ്രപഞ്ചവും ഒരടയാളം തരുന്നുണ്ട്. എന്താണ് അതെവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ കൺവെൻഷന് എളമ്പൽ സാക്ഷി പറഞ്ഞ ഒരു സഹോദരന്റെ സാക്ഷി നിങ്ങൾ കേട്ട് കാണും. മഴയായതുകൊണ്ട് കേട്ടോന്നറിയത്തില്ല, എങ്കിലും ആ സാക്ഷ്യം ശ്രദ്ധേയമായിരുന്നു. താൻ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു, ജയിലിൽ വെച്ച് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. തിരശീലക്കകത്തല്ല, തിരശീലയ്ക്ക് പുറത്ത് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ കഷ്ടപ്പെടുമ്പോൾ, നീ അധ്വാനിക്കുമ്പോൾ, നീ ജോലി ചെയ്യുമ്പോൾ, നീ ഒരു യാത്ര ചെയ്യുമ്പോൾ, നിന്റെ വീട്ടിൽ നീ ജോലി ചെയ്യുമ്പോൾ, അവിടെ എല്ലാം ആ സാന്നിധ്യം നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് നീ ഇവിടെ ഇരുന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നീ ആരാധനയ്ക്ക് സംബന്ധിക്കുമ്പോൾ, നിന്നോടുകൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾ പോയ സ്ഥാനത്ത്, നിന്റെ ഭർത്താവായിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ മാതാപിതാക്കളായിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന സ്ഥാനത്ത്, സഹോദരങ്ങളെ, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ തിരശീലയ്ക്കുള്ളിൽ സമാഗമന കൂടാരത്തിൽ പഴയ നിയമകാലങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആ തിരശീലയ്ക്കുള്ളിൽ നിറഞ്ഞിരുന്ന ആ പരമ സാന്നിധ്യം, ആ സ്വർഗീയമായ സാന്നിധ്യം ഇവിടെ ഇതാ കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തോട് ആ തിരശീലകൾ ചിന്തി ദൈവജനത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. എപ്പോഴും ആ സാന്നിധ്യത്തെ നീ സൂക്ഷിച്ചു കൊള്ളണം. ഒന്ന്, കർത്താവില്ലാത്ത ജീവിതം ഇരുളടഞ്ഞതാണ് എന്ന് പ്രപഞ്ചം നമ്മെ പഠിപ്പിച്ചു. മന്ദിരത്തിലെ തിരശീല നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്താണ്? ആ ചീന്തപ്പെട്ട തിരശീല എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നത്, എന്റെ പൈതലേ, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്റെ സാന്നിധ്യമുണ്ട്. എതിലെങ്കിലും പോകുമ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്. പോകുന്നിടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യം പോരുമെന്നല്ല. നീ പോകേണ്ടത് പോലെ പോയാൽ, ജീവിക്കേണ്ടത് പോലെ ജീവിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ, ആലയത്തിൽ മാത്രമല്ല. ചില വിചാരിക്കുന്നത് ഇവിടെ എയ്ത്തോമിൽ വരുമ്പോൾ മാത്രമേ ദൈവ സാന്നിധ്യം ഉള്ളെന്നാ. എയ്ത്തോമിൽ എന്താ ദൈവ സാന്നിധ്യം? എയ്ത്തോമിൽ ആരാധന ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ട്, ഇല്ലെങ്കിൽ അത് വെറും കോൺക്രീറ്റ് കെട്ടിടം. ഇവിടെ ഇത്രയും വലിയ കെട്ടിടമൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് ആരാധന ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ട്. ദൈവത്തിന്റെ നാമത്തിൽ നീ കൂടി വരുന്നുണ്ടോ? ചുമ്മാ സൊറ പറഞ്ഞിരിക്കുന്നോടത്ത് ദൈവ സാന്നിധ്യമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാമ്മയുടെ കുറ്റവും ഏലിയാമ്മയുടെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തൊന്നും ദൈവ സാന്നിധ്യമൊന്നുമില്ല. നീ 2 or 3 പേര് എവിടെയെങ്കിലും കൂടി കർത്താവിന്റെ നാമത്തിലാണോ കൂടി വന്നിരിക്കുന്നത്? അത് മന്ദിരമെന്നില്ല, റോഡെന്നില്ല, മാർക്കറ്റ് എന്നില്ല, സ്കൂളെന്നില്ല, വാഹനമെന്നില്ല. എവിടെയായിരുന്നാലും നീ കർത്താവിന്റെ നാമത്തിലാണോ കൂടി വന്നത്, അവിടെ സാന്നിധ്യമുണ്ട്. നീ ആ മന്ദിരത്തിലേക്ക്, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ആ മന്ദിരത്തിലെ തിരശീലേക്ക് നോക്ക്, അത് ചിന്തപ്പെടുന്നത് കാണുന്നില്ലേ? ആ സാന്നിധ്യം നിന്റെ അടുക്കലേക്ക് വരികയാ. നിന്നെ നടത്തുവാൻ, നിന്നെ നയിക്കുവാൻ, നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ കരുതുവാൻ ആ ഒരു സാന്നിധ്യം പോരെ പ്രിയപ്പെട്ടവരെ. നമുക്ക് ആരുമില്ലെങ്കിൽ എന്താ? ഒരിക്കല് ഒരമ്മച്ചി തന്നെ ഒരു വീട്ടിൽ താമസിക്കുക, ആരുമില്ല, ഭർത്താവ് മരിച്ചുപോയി, കുഞ്ഞുങ്ങളൊക്കെ വിവാഹം കഴിച്ചയച്ചു. ഈ അമ്മച്ചിക്ക് 10-20 വയസ്സുണ്ട്. അപ്പോ എല്ലാവരും ചിന്തിച്ചു, പലരും പറയുമോ, അമ്മച്ചി എങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്, കുഞ്ഞുങ്ങൾ ആരും ഇല്ലല്ലോ, പേടിയാവത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. ഇന്നത്തെ പിന്നെ മാതാപിതാക്കളെല്ലാം 85 വയസ്സായ അപ്പച്ചനെയും പാൻഡിടിച്ച് അമേരിക്ക കൊണ്ടുപോകും. കാരണം മക്കൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. എല്ലാം പ്രായമായവരെല്ലാം വാരി കെട്ടി വേഷം കെട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഈ മാതാപിതാക്കൾ ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് പാടുപെട്ട് പെറ്റു വളർത്തി ഇവനെയൊക്കെ പഠിപ്പിച്ച് എന്തെങ്കിലും ആയി കഴിഞ്ഞപ്പോൾ ഈ പ്രായപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഈ നാട്ടിലെ ശുദ്ധവെള്ളം കുടിച്ച് ചാകാൻ അനുവദിക്കത്തില്ല. അങ്ങോട്ട് ഫ്ലൈറ്റ് കയറ്റി ആംബുലൻസ് കയറ്റി അങ്ങ് കൊണ്ടുപോകും. അവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ തലയ്ക്ക് ലെവലില്ല പകുതി എണ്ണത്തിന്.
അമേരിക്കയിലും ലണ്ടനിലൊക്കെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും. ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരൊറ്റ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വിളിക്കുന്നിടത്ത് പോകരുത്. നിങ്ങളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളുടെ കഷ്ടത്തിൽ നിങ്ങളെ വന്ന് സഹായിക്കട്ടെ. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരട്ടെ. എത്രയോ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജോലി രാജിവെച്ചു വന്ന് സഹകരിപ്പിച്ചിട്ടുണ്ട്. ഇവരെ നോക്കണം. ഇനി കൊണ്ടുവന്നിരുന്ന അവിടെ സെർവന്റിനെ കിട്ടാനില്ല പോലും. അമേരിക്കയിലും ലണ്ടനിലും മിഡിൽ ഈസ്റ്റിലും ഒന്നും സെർവന്റിനെ കിട്ടാനില്ല. കൊച്ചിനെ നോക്കാൻ 3-4 മാക്രി പോലെ പിള്ളേരുണ്ട്. ഇതിനെ നോക്കാൻ ഈ പ്രായമായ ഈ 3-4 നോക്കി തൊലഞ്ഞിരിക്കുക അവര്. ഇനി ഇവരുടെ മക്കളെ അങ്ങോട്ട് നോക്കാൻ ഈ പ്രായമായ അപ്പച്ചനെയും അമ്മച്ചിയും കെട്ടിവരിച്ചു കൊണ്ടുപോകണം. എന്തോ ചെയ്യും? കാലം പോയ പോക്ക്. ഇവരിങ്ങനെ കയറാനും വയ്യ, ഇറങ്ങാനും വയ്യ, കാലേലും കയ്യേലും കൊട്ടം ചുക്കാതി കുഴമ്പും തേച്ച് വലിഞ്ഞു കയറി ഫ്ലൈറ്റേലും കയറി എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല. അവിടെ കൊണ്ട് ഇറക്കി റൂമിൻ്റെ അകത്ത് അങ്ങ് അടച്ചു പൂട്ടിയിട്ടേക്കുക. അവിടെ കൊണ്ട് രാവിലെ ഭാര്യ ഒരു വഴിക്ക് പോകും, ഭർത്താവ് ഒരു വഴിക്ക് പോകും, കുഞ്ഞുങ്ങൾ ഒരു വഴിക്ക് പോകും. കൂട്ടിലടച്ച കിളിയെ പോലെ. പണ്ടൊരു അപ്പച്ചൻ പാടി, വിട്ടയക്കുക കൂട്ടിൽ നിന്ന് എന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ. അമേരിക്കയിൽ ഇരുന്ന് പാടിയതാ. പണ്ടാരും സ്കൂളിൽ പഠിപ്പിച്ച പാട്ടാ. ഇപ്പൊ കൂട്ടിലടച്ച കിളിയെ പോലെ മാതാപിതാക്കളെ അടച്ചിടുക. എന്തു ആകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഈ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. പരമ സാന്നിധ്യം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. ആ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുന്നത്? കുഞ്ഞുങ്ങളെല്ലാം 3 പേരും 3 വഴിക്ക് പോയി. അപ്പൊ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള മാതാപിതാക്കളെ നിങ്ങൾ അമേരിക്കയിൽ ലണ്ടനൊന്നും പോകണ്ട. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയില്ലേ, ദൈവം നിങ്ങളെ നോക്കും. വിശ്വാസമുള്ള ഒരു കാര്യങ്ങൾ ഒത്തിരി അല്ലേ പറഞ്ഞാട്ടെ. അത് മതി. മാരൊക്കെ പോയി തൊലയിട്ടത് നോക്കാൻ മര്യാദകളോ നോക്കട്ടെ. ഇല്ലെങ്കിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് വരുമ്പോൾ നിങ്ങളില്ലേ, നിങ്ങളെ സംരക്ഷിച്ചില്ലേ, നിങ്ങളെ കരുതിയില്ലേ? കുറ്റപ്പെടുത്തുകയല്ല. മക്കളൊക്കെ പോയി ജോലി നേട്ടെ. അവര് വന്ന് മാതാപിതാക്കളുടെ കഷ്ടതയിൽ നാട്ടിൽ വന്ന് അവരെ സഹായിക്കട്ടെ, അവരെ ശുശ്രൂഷിക്കട്ടെ, വേണ്ട കടപ്പാടുകളെ ചെയ്യട്ടെ. അതല്ലേ ധാർമ്മികമായ കടപ്പാടെന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ടേക്കൊന്നും കടക്കുന്നില്ല, പലരും എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് അധികം അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് വരാം. ഒരു കാലത്ത് ആ തിരശീലയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ, ആ തിരശീല രണ്ടായി ചിന്തിക്കൊണ്ട് പ്രപഞ്ചത്തിലേക്ക്, അത്താവിനെ അന്വേഷിക്കുന്നവരുടെ അടുക്കിലേക്ക്, ആ ദൈവമക്കളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. രണ്ടാമത് ദൈവം നൽകിയ ഒരനുഭവം എന്ന് പറയുന്നത്, ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലകളിലും നമുക്ക് അനുഭവിപ്പാൻ കഴിയും. അതുകൊണ്ട് നീ കലങ്ങിപ്പോകണ്ട. ഒന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നീ സൂക്ഷിക്കണം. അത് ഇരുളിലേക്ക് നിന്നെ വഴി നടത്തും. 2, നിനക്കൊരു വിശ്വാസവും ധൈര്യം ഉണ്ടാകണം. എന്റെ കർത്താവിന്റെ സാന്നിധ്യം തിരശീലയ്ക്കുള്ളിലോ ദേവാലയത്തിന്റെ അകത്തോ ഒതുങ്ങുന്നതല്ല, പിന്നെയോ മുഴു പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. സർവവ്യാപിയാണ്. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ് എന്ന് പഠിപ്പിക്കും. അപ്പോൾ സർവവ്യാപിയായ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, പ്രിയ ദൈവ പൈതലേ, നിന്റെ കഷ്ടതയിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നിന്റെ കണ്ണുനീരിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നീ ഭാരങ്ങളോടിരിക്കുമ്പോൾ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നിന്റെ ഏകാന്തത്തിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. ആരുമില്ലാതിരിക്കുന്ന സ്ഥാനത്തും എല്ലാവരും നിന്നെ കൈവിട്ടു എന്ന് പറയുമ്പോഴും നീ എവിടെ ഇരുന്ന് ദൈവമേ എന്ന് ചങ്ക് തകർന്ന് വിളിച്ചാലുണ്ടല്ലോ, അവിടെ ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയും. തിരശീല, ഒരു ചിന്തപ്പെട്ട തിരശീല ഇന്ന് പകൽകാലം നിങ്ങളുടെ മുൻപാകെ ഈ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാണിക്കുന്നു. അത് പറയുന്നത് എന്താണ്? പ്രിയ ദൈവ പൈതലേ, നീ എവിടെ ഇരുന്ന് ചങ്കു തകർന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നിന്റെ ദൈവത്തെ വിളിച്ചാലും അവിടെ ആ സാന്നിധ്യം നൽകി അനുഗ്രഹിപ്പോൾ തിരശീല ചീന്തിയ ഒരു സാന്നിധ്യം നമ്മുടെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കലങ്ങിപ്പോകണ്ട, ആരുമില്ലെന്ന് പറയണ്ട, എല്ലാവരും എന്നെ കൈവിട്ടെന്ന് പറയണ്ട. കൊച്ചു കുഞ്ഞുദേശി പാടി, ആരും എനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ഒന്ന് പാടാം. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. മാനസത്തിനാദി കൊണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു.
സാന്നിധ്യം കാണാതെ വണ്ണം നിന്റെ ആത്മീയ കണ്ണുകൾക്ക് തിമിരം പിടിക്കുമ്പോഴാ നിന്റെ ജീവിതത്തിൽ നീ ആരുമില്ലെന്ന് പറയരുത്. നീ ഒരു നിമിഷം നിന്റെ കണ്ണുകളെ അടച്ചിട്ട് നിന്റെ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ഉലയുന്ന ശബ്ദം നിന്റെ ചാരത്ത് നിനക്ക് കേൾക്കുവാൻ കഴിയും. ഒരിക്കൽ ഒരു ഭക്തനായ മനുഷ്യൻ രാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഭയാനകമായ ഒരു പാതയാണ്, അനർത്ഥങ്ങൾ നിറഞ്ഞൊരു പാതയാണ്. ഇങ്ങനെ ഏകനായി ഭയവിഹുലനായി നടന്നു പോവുകയാണ്. അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്നൊരു പ്രതീക്ഷയും എനിക്കില്ല. അങ്ങനെ ദൈവത്തിൽ ശരണപ്പെട്ട് അവനങ്ങ് പോവുകയാണ്. ഭവനത്തിൽ ചെന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ഒറ്റയ്ക്ക് വരാൻ ഭീതി തോന്നിയില്ലയോ? അപ്പോൾ പറഞ്ഞത്, എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ എന്റെ ചാരത്ത് ഉലയുന്ന എന്റെ കർത്താവ് എന്നോട് കൂടെ നടക്കുന്ന ആ സാന്നിധ്യം കണ്ടുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്തത്. പ്രിയ ദൈവമേ, നീ ഏത് സ്ഥാനത്തിനും ദൈവത്തെ വിളിച്ചാലും നിന്റെ കണ്ണുകളെ അടച്ച് നീ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, തകർന്ന ഹൃദയത്തോടെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, ആ തിരശീലകളെ ചീന്തി പ്രപഞ്ചത്തിലേക്ക് നിറഞ്ഞ ആ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നീ കലങ്ങിപ്പോകണ്ട, നീ അധൈര്യപ്പെട്ടു പോകണ്ട. എവിടെയും പ്രിയ ദൈവ പൈതലെ തന്റെ സാന്നിധ്യം നൽകി നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിന്നെ നടത്തുവാൻ നിന്റെ ദൈവം ശക്തനാണ്. നമ്മളൊക്കെ അങ്ങനെ കണ്ണും പൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ നിന്റെ ചാരത്ത് അവന്റെ ആ നിലയങ്കിയുടെ, നമ്മൾ ചിലർക്ക് നടക്കുമ്പോൾ ഇങ്ങനെ വസ്ത്രത്തിന്റെ ഒക്കെ ശബ്ദം കേട്ടിട്ടില്ലേ? അതേപോലെ നിന്റെ കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും അനുഭവിക്കണം. നിന്റെ കർത്താവ് നിന്റെ കഷ്ടങ്ങൾ നിന്റെ ചാരത്ത്, കർത്താവ് പറഞ്ഞില്ലേ, കഷ്ടങ്ങളിൽ ഞാൻ ഏറ്റവും 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 അടുത്ത തുണയായിരിക്കും. അന്നേരം നമ്മൾ പറയുന്ന ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്റെ ഭാരങ്ങളെ എപ്പോഴാണെന്നറിയാമോ? നിന്റെ ആത്മീയ കണ്ണുകൾക്ക് തിമിരം പിടിച്ചു കഴിയുമ്പോൾ നിന്റെ ചാരത്ത് ആ തിരശീലകളെ വിട്ട് പുറത്തു വന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിപ്പാൻ കഴിയാതെ വരുമ്പോൾ നീ പറയും, ഞാൻ ആരുമില്ലെന്ന്. ഉദ്ദേശി വാടി എന്താണെന്നറിയാമോ? ഞാൻ ആരുമില്ലെന്ന് പറയാൻ അന്ധനായി തീരരുത്. നീ അന്ധനായി തീരുമ്പോൾ, ആത്മീയ അന്ധത നിന്നെ ബാധിക്കുമ്പോൾ നീ ആരുമില്ലെന്ന് പറയും. എന്നാൽ നിന്റെ കണ്ണുകൾക്ക് ആ പ്രകാശത്തെ കാണുവാൻ, ലോകത്തിന്റെ വെളിച്ചത്തെ കാണുവാൻ, അവന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചാൽ ഏതു സാഹചര്യത്തിലും കർത്താവിനെ കാണുവാൻ നിനക്ക് കഴിയും. അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയും. നമുക്ക് വേഗത്തിൽ മുൻപോട്ട് പോകാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 50 മുതലുള്ള വാക്യങ്ങളെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 50 മുതലുള്ള വാക്യങ്ങൾ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി. അടുത്തത് മന്ദിരത്തിലെ ഒന്ന്, സൂര്യൻ ഇരുണ്ടുപോയി എന്ന് വിശുദ്ധ ലൂക്കോസ് പറയുന്നു, വിശുദ്ധ മത്തായി പറയുന്നു. മന്ദിരത്തിലെ തിരശീല വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കോസും തന്റെ സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്നു, വിശുദ്ധ മന്ദിരത്തിലെ തിരശീല രണ്ടായിട്ട് കീറി. എന്നാൽ വിശുദ്ധ മത്തായി തന്റെ സുവിശേഷത്തിൽ അല്പം കൂടെ ആധികാരികമായിട്ട് ഈ പ്രപഞ്ചം വിളിച്ചറിയിച്ച ചില കാര്യങ്ങളെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി. മതി. അടുത്തത് ഈ പ്രപഞ്ചത്തിൽ ഭൂമി കുലുങ്ങി. ഭൂമി കുലുക്കം അത്ര പുത്തരി ഒന്നുമല്ല. നമുക്ക് എന്നും ഇങ്ങനെ പത്രത്തിലൊക്കെ കേൾക്കുന്നുണ്ട്. പ്രസംഗിക്കുന്നവരെല്ലാം ഭൂമി കുലുക്കത്തെക്കുറിച്ച് പറയാതെ പ്രസംഗം അവസാനിപ്പിക്കത്തുമില്ല. ഭൂമി കുലുങ്ങിയതും ഇസ്രായേൽ ബോംബിട്ടതും തീ കത്തിയതും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ സന്ദേശങ്ങൾ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഭൂമി കുലുങ്ങി. എന്താണ് ഈ ഭൂമി കുലുങ്ങി എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചം എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നത്, ഈ ഭൂമി നിലനിൽക്കുന്നതല്ല, ഇത് ഇളകുന്നതാണ്. ഇത് സ്വസ്ഥതയുള്ളതെന്നല്ല, ഓർമ്മിപ്പിക്കുക. ഇത് ഇളകുന്നതാണ്, ഇത് ഉറപ്പുള്ളതല്ല. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിൽ ഈ പ്രപഞ്ചം വിളിച്ചു പറയുകയാണ്, ഈ ഭൂമി വിളിച്ചു പറയുകയാണ്, ഇത് ഇളകുന്നതാണ്, ഇത് കുലുങ്ങുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വലിയ ആശ്രയം ഒന്നും വേണ്ട.
ഒന്ന്, നിന്റെ കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ നീ സൂക്ഷിക്കണം. നിന്റെ ജീവിതത്തിലെ വെളിച്ചം കർത്താവായ യേശുക്രിസ്തു നഷ്ടപ്പെട്ടു പോയി നീ ഇരുളിലാകാതെ സൂക്ഷിക്കണം. രണ്ട്, നിന്റെ ജീവിതത്തിൽ ആ പരമ സാന്നിധ്യം എപ്പോഴും ഉണ്ടെന്നുള്ള ഉറപ്പ് നീ കാത്തുകൊള്ളണം. മൂന്ന്, ഇവിടെ വായിക്കുന്നത് ഭൂമി കുലുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൗമമണ്ഡലം ഇത് ഇളക്കമുള്ളതാണ്, ഇത് ഇളകുന്നതാണ്, ഇത് നിലനിൽക്കുന്നതല്ല എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ അധികം പ്രതീക്ഷ വേണ്ട, ഈ ഭൂമിയിൽ അധികം പ്രത്യാശ വേണ്ട, ഈ ലോകത്തിൽ അധികം നമ്മൾ മനസ്സ് വെക്കേണ്ട. ഈ ലോകത്തെ വിട്ടൊഴിൽ ജീവിപ്പാൻ ഈ പ്രപഞ്ചം നമ്മെ, ഈ ഭൂമി കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തിൽ ഈ ഭൂമി കുലുങ്ങിയെങ്കിൽ നിശബ്ദമായി ഇന്ന് ഈ ഭൂമി എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്ന അറിയാമോ, ഇത് ഇളകുന്നതാണ്, ഈ ഭൂമി ഇളകുന്നതാണ്, ഇതിൽ നിലനിൽക്കുന്നതായിട്ട് ഒന്നുമില്ല. എന്നാൽ ഇളകാത്ത ഒരു രാജ്യം നമ്മുടെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ആ പ്രത്യാശയുള്ളവർ ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ, ശക്തമായൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ഷീറ്റിന് നല്ല ചൂട്, ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞാട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർത്തുകൊള്ളണം, ആ അനുഭവങ്ങൾ ഉള്ളവർ ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിൽ അധികം പ്രതീക്ഷയൊന്നും പൊക്കണ്ട, കെട്ടിപ്പൊക്കണ്ട. നിങ്ങൾക്കറിയാം, ഈ ഭൂകമ്പത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഭൂകമ്പം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന എത്രയോ വിനാശമാണ് ഓരോ ദേശം സംഭവിക്കുന്നത്. ഇതെല്ലാം മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നത് ലോകത്തിലെ മനുഷ്യനെയല്ല, എന്നെയും നിങ്ങളെയും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആ അപ്പോസ്തോലികമായ കൂട്ടായ്മയിലും ഉപദേശത്തിലും നിലനിന്ന് ഈ ലോകം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഇന്ന് നിന്റെ ആഗ്രഹവും നിന്റെ ആശയും ഈ ലോകത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, നീ ആശ്രയം വെച്ചിരിക്കുന്ന ഈ ലോകം, ഈ ഭൂമി ഇളകുന്നതാണ്. നീ 10 നില കെട്ടിടം വെച്ചാലും ഇളകി മാറും. എറണാകുളത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു കെട്ടിടം ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ വളരെ കാശ് മുടക്കി ചെയ്തതാ. പക്ഷെ ഇപ്പോ അതിൻ്റെ അകത്തൊരു കുറുക്കന് പോലും കയറിയിരിക്കാൻ പറ്റത്തില്ല. എപ്പോ താഴെ വീഴുന്നറിയാം, ഇതുവരെ വീണിട്ടില്ല, ഈ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുക. അത് കാണുമ്പോഴും ഓർത്തോണം, ഇതെല്ലാം ഇന്ന് നമ്മൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന വൻമാളികകളും നമ്മുടെ മണിസൗധങ്ങളും ഒക്കെ താൽക്കാലികമാണ്. ഇതൊന്ന് ഇളകാനേ ഉള്ളൂ. ഈ കുണ്ട്രദേശത്ത് ഒരിളക്കം സംഭവിച്ചാൽ ആരും കാണത്തില്ല. ഇവിടെ TPM-ലെ വെയ്ത്തവും കാണത്തില്ല, ഒരു വെയ്ത്തവും കാണത്തില്ല. പോകാനുള്ളവരങ്ങ് പോകും, അല്ലാത്തവരെ കിടക്കും. ഓർത്തുകൊള്ളണം, ഈ പ്രപഞ്ചം, ഈ ഭൂമി ഇളകുന്നതാണ്. മൗനമായി വിളിച്ചു പറയുന്നത്, ഈ ലോകത്തിൽ ആശ വെച്ച് ജീവിക്കുന്നവരെ, ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്നവരെ, കർത്താവിന്റെ ക്രൂശീകരണത്തിൽ ഈ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, ഉദ്യതനായ കർത്താവിൽ ആശ വെച്ചുകൊള്ളുക. ഈ ലോകം ഇളകുന്നതാണ്, ഇത് ഇളകി മറിയുന്നതാണ്. കടലിനെയും കരയും ഒക്കെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കേട്ട കാര്യങ്ങളാണ്, അങ്ങോട്ടേക്ക് ഞാൻ പോകുന്നില്ല. ഓർത്തുകൊള്ളണം, കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങളല്ല ചെയ്തത്, അടയാളങ്ങളല്ല ചെയ്തത്. ഈ പ്രപഞ്ചത്തിലൂടെ ഇന്നും അവൻ എന്നോട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ നിശബ്ദ വസ്തുക്കളും ആ സാന്നിധ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തുകൊള്ളണം, കർത്താവായ യേശുക്രിസ്തു ഈ പ്രപഞ്ചത്തിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഈ പ്രപഞ്ചം ഇരുളിലേക്കാണ് വീണത്. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ ഇരുളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. രണ്ട്, നീ എവിടെയായിരുന്നാലും ആ സാന്നിധ്യം നൽകുവാൻ ദൈവം ശക്തനാണ്. മൂന്ന്, ദൈവമക്കളായ നാം ഈ ലോകത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും വെക്കരുത്. ഇത് ഇളകുന്നതാണ് എന്ന് അന്ന് മാത്രമല്ല ഇന്നും ഓരോ ദിവസവും ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസത്തെ പത്രം എടുത്തു നോക്കിയാലും എവിടെയെങ്കിലും റിക്ടർ സ്കെയിലിൽ ഇത്ര ഇളക്കപ്പെരുപ്പം ഉണ്ടാക്കിയൊരു ഭൂകമ്പം ഉണ്ടായി, ആളപായം ഉണ്ടതായിട്ട് അറിവില്ല. എങ്ങനെ അറിയുന്നേ? ഒരു പ്രപഞ്ചം മൊത്തം ഇളകി മണ്ണിന്റെ അടിയിലേക്ക് പോയാൽ ഉണ്ടായെന്ന് ആരാ അറിയുന്നേ? ഒരു വീട് പോലും ഉണ്ടെന്ന് അറിയത്തില്ല. സൂററ്റിലൊക്കെ പണ്ട്, ഗുജറാത്തിലൊക്കെ നടന്ന ആ ഭൂകമ്പത്തിൽ ഒരു ദേശം മൊത്തം അങ്ങ് പോയി. കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടി. കാരണം ഇവരുടെ എല്ലാം ബാങ്കിലിട്ടിരുന്ന എല്ലാം ഇന്നത്തെക്കാൾ നഷ്ടമായിരുന്നു. സർക്കാരിന് ഇഷ്ടം പോലെ മുതൽ നമ്മളിങ്ങനെ സ്വരൂപിച്ച് വെച്ചിരിക്കുക, കൂട്ടി കൂട്ടി വെച്ചിരിക്കുക. ഇപ്പൊ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഇച്ചിരിച്ചേ തരത്തുള്ളൂ. എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും നീ അവിടെ പോയി ക്യൂ നിന്ന് ഇച്ചിരി തരും. വേണമെങ്കിൽ കൊണ്ടുപോകില്ല, എന്തോ ചെയ്യാനാ? എത്രയുണ്ടെങ്കിലും നീ കോടിക്കണക്കിനിട്ടാലും നിനക്കിതിൽ മേലൊന്നും അവകാശം നഷ്ടപ്പെട്ടു പോകുന്ന ഈ പ്രപഞ്ചത്തിൽ നീ വെച്ചിരിക്കുന്ന പ്രതീക്ഷയും ആശയും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ദിനമുണ്ട്. ഇളകാത്ത ഒരു രാജ്യം നിന്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സഹോദര സഹോദരി, അതിനു വേണ്ടി നീ കാത്തിരിക്കും. ഞാൻ മുൻപോട്ട് പോകട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. പാറകൾ പിളർന്നു. അടുത്തത്
ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു എന്നാണ്. എന്താണ് പാറകൾ? കല്ലുപോലെയുള്ള ഹൃദയം. എഹെസ്കേൽ പറഞ്ഞു, നിന്റെ കല്ലുപോലെയുള്ള ഹൃദയത്തെ ഞാൻ മാറ്റിയിട്ട് മാംസലമായ ഹൃദയം തരും. കാൽവരി ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഏതു കഠിന ഹൃദയവും തകരും. കാൽവരി ക്രൂശിനെ കാണുമ്പോൾ, രക്ഷകന്റെ ക്രൂശീകരണത്തെ കാണുമ്പോൾ കല്ലുപോലെയുള്ള ഹൃദയം തകരാതിരിക്കുമോ? ഇന്ന് പകൽക്കാരനെ ഓർമ്മിപ്പിക്കട്ടെ. വാത്സല്യ ദൈവമക്കളെ, ഈ പകൽ ആരാധനയ്ക്ക് കടന്നു വന്നവരെ, ഈ കുണ്ട്ര കൺവെൻഷൻ കടന്നു വന്നവരെ, ഇതുവരെയും നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം മാറിയിട്ടില്ല എങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നോക്കിയ കഠിനമായ പാറകൾ ആ പാവനനായ കർത്താവിന്റെ പാവനമായ കരങ്ങളിൽ കാരിലും വാണികൾ അടിച്ചിറക്കുന്നതും അവൻ പിടഞ്ഞു മരിക്കുന്നതും കണ്ട് പ്രപഞ്ചത്തിലെ പാറകൾ തകർന്നെങ്കിൽ നിന്റെ കല്ലുപോലെയുള്ള ഹൃദയം എന്താ ഇന്നും ഉടയാത്തത്? ഇന്നും മർക്കടകമുഷ്ടിയും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. വാശി, ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 ഇല്ലേ, അങ്ങനെ പറഞ്ഞ് വാശിക്ക്, എല്ലാം വാശിക്ക്. കൺവെൻഷന് വേണ്ടി പ്രവർത്തിക്കുന്നു വാശിക്ക്, കൊടുക്കുന്നു വാശിക്ക്, കഷ്ടപ്പെടുന്നു വാശിക്ക്, എല്ലാം വാശിക്ക്, വന്നിരിക്കുന്നു വാശിക്ക്, ഇല്ലേ? ചിലരൊക്കെ വന്നിരുന്നിട്ട് അടുത്ത ആരെങ്കിലും വന്നിരുന്ന് അവരുടെ നോട്ടം കാണണം. എൻ്റെ അമ്മോ, ആരാധനയൊക്കെ ചിലവരടുത്ത് വന്നിരിക്കും, അടുത്തങ്ങനെ ആരെങ്കിലും വന്നിരുന്ന നോട്ടം കണ്ടു കഴിഞ്ഞാൽ പഴയ അമ്മായിയമ്മമാര് മരുമോളെ നോക്കുന്നതല്ല. മനസ്സിന്റെ കടുപ്പമേ അങ്ങ് പാറ പോലെ. ഒരു പെന്തക്കോസിൽ വന്നിട്ട് 150 വർഷമായാലും മനസ്സിന്റെ കടുപ്പം മാറിയിട്ടില്ല, ഒരു തുള്ളി കണ്ണീര് വീഴത്തില്ല. അവസാനമായിട്ട് സഹോദര നീ കരഞ്ഞതെന്നാ? പഞ്ഞക്കെട്ടും ആരാധന പറഞ്ഞ് കരയുന്ന കാര്യമല്ല പറഞ്ഞത്. സഹോദരി, നീ അവസാനമായിട്ട് കരഞ്ഞത് എന്താ? എന്നാ ഓർമ്മയുണ്ടോ? നിന്റെ കണ്ണ് പുകയത്ത് വെച്ച തുരുത്തി പോലെയാണോ, അതോ നനമുള്ള തുരുത്തി പോലെയാണോ? എങ്ങനെയായിരിക്കുന്നത്? കർത്താവ് പറയും, നിന്റെ കണ്ണുനീരെല്ലാം ഞാൻ എൻ്റെ തുരുത്തിയിലാക്കി വെക്കും. അപ്പൊ ആ തുരുത്തി നനഞ്ഞിരിക്കും. ചിലരുടെ കണ്ണ് പുകയത്ത് വെച്ച തുരുത്തി പോലെ, ആയുസിലെ കണ്ണ് നനയത്തില്ല. നനഞ്ഞിട്ടുണ്ടോ? നീ കാൽവരി ക്രൂശിൽ നിന്റെ കർത്താവിനെ നീ കണ്ടാൽ അന്ന് നിന്റെ കണ്ണ് നനയും, അന്ന് നിന്റെ ഉള്ളം തകരും. പാറ പോലെ. പണ്ടൊരു പാട്ടുണ്ട്, കല്ലായുള്ള ഹൃദയം ഇന്നും നിന്നിൽ